ഡിസ്റ്റർബൻസ് ആയിരുന്നെങ്കിൽ പോലും ഇന്ന് നല്ലൊരു വേറെ രീതിയിൽ ആരാധനയ്ക്കാൻ ദൈവം സഹായിച്ചതിനെ സ്തോത്രം. അതിലുപരി നമ്മുടെ സഭയെ ദൈവം സ്നേഹിക്കുന്നത് എത്ര എന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുകൊണ്ട് കാണുകയാണ്. കാരണം ഇവിടുത്തെ മൂപ്പൻ പോയപ്പം നാട്ടിൽ നിന്നൊരു മൂപ്പൻ ദൈവം കൊണ്ടു തന്നു. ആ മൂപ്പൻ്റെ അവധി കഴിഞ്ഞപ്പം തിരിച്ച് മറ്റേ മൂപ്പനെത്തി. എന്താ ടൈമിംഗ് ആണെന്ന് നിങ്ങൾ ആലോചിച്ച് ചെയ്താണ്. മൂപ്പൻ സ്ഥാനം തിരിച്ചേൽപ്പിച്ചേക്കുക. അപ്പം ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത് പാസ്റ്റർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നൊരു തോട്ട് പ്രോസസ്സ് എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ പറയുമായിരുന്നു. സങ്കീർത്തനം പാസ്റ്ററാണെങ്കിൽ കഴിഞ്ഞ ഒരു 3 ആഴ്ചയായിട്ട് പ്രസംഗിക്കുന്നത്, 3 ആഴ്ച കൂടുതലായി തോന്നുന്നു അല്ലേ, പ്രൈസിനെ പറ്റിയാണ്. ഗോഡ് പ്രൈസ്, ഹൗ വി ഷുഡ് വർഷിപ്പ് ഗോഡ്. പ്രൈസിന് എന്താണ് തടസ്സം, പ്രൈസ് ആൻഡ് വർഷിപ്പ്. അങ്ങനെ ദൈവം എനിക്ക് അതിലൊരു തന്ന ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടിരിക്കാൻ സമയം ആദ്യമായിട്ടുണ്ട്. Psalms 22 verses 3. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളതൊക്കെ പാസ്റ്റർ പറഞ്ഞു. എന്തുകൊണ്ട് ആരാധിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് 2 കാര്യങ്ങൾ പറഞ്ഞിട്ടിരിക്കാം. Psalms 22:3 God inhabits the praises of his people. മലയാളത്തിൽ വായിക്കാൻ പറ്റുമോ? Amen. God inhabits the praises of his people. അതുകൊണ്ടാണ് it is very important to praise God. അതിൽ ആദ്യത്തെ തിങ്, പ്രൈസ് ആൻഡ് വർഷിപ്പ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ. അപ്പം 1-2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പിള്ളേർക്ക് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഒരു സെഷൻ എടുക്കണമെന്നൊക്കെ പാസ്റ്റർ പറയുന്നുണ്ട്, അതിനെപ്പറ്റി പഠിപ്പിക്കാനൊക്കെ. അപ്പം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദൈവം എനിക്ക് ഈ ഒരു ആലോചന തന്നത്. അതിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിനെ ഒന്ന് ഡിവൈഡ് ചെയ്തപ്പം ദൈവം എന്നോട് പറഞ്ഞതാണ്, ദ റിയലൈസേഷൻ ഓഫ് ഗോഡ്, ഹൂ ഗോഡ് ഈസ്, ആൻഡ് എ സെലിബ്രേഷൻ വേർ വി ഡിക്ലെയർ, പ്രൊക്ലെയിം ആൻഡ് പ്രൊനൗൺസ് വാട്ട് ഗോഡ് ഹാസ് ഡൺ ഈസ് പ്രൈസ്. ഒന്നുകൂടെ പറയാം, ദ റിയലൈസേഷൻ ഓഫ് ഹൂ ഗോഡ് ഈസ് ആൻഡ് സെലിബ്രേഷൻ വേർ വി ഡിക്ലെയർ, പ്രൊക്ലെയിം ആൻഡ് പ്രൊനൗൺസ്. ജയരാജ് പാടിയതുപോലെ, ഈ പാട്ടുകളിലൂടെ നമ്മൾ പാടിയതുപോലെ ദൈവം നടത്തിയ വഴികളും ഒന്നുമില്ലായ്മയിൽ കൂടെ നമ്മളെ സ്നേഹിച്ചത് നമ്മൾ ദൈവത്തോട് പറയുന്നതാണ് പ്രൈസ്. അതേസമയം ദൈവം നമ്മളോട് ഇടപെടുന്നതാണ് വർഷിപ്പ്. ഇത് രണ്ടും ചേർന്ന് പോകുന്നൊരു സിറ്റുവേഷനാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ്. It's a line of thread where we speak to God is praise and where God speaks to us is through worship. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഒരുമിച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ, ഗോഡ് ഇൻഹാബിറ്റ്സ് ഇൻ ദ പ്രൈസസ് ഓഫ് പീപ്പിൾ. സങ്കീർത്തനത്തിൻ്റെ അകത്തെ ആ വചനത്തിന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വായിക്കുന്ന Psalms 100 verses 4. Psalms 100 verses 4. Amen. 100 ആദ്യത്തെ വാക്യം, make a joyful noise to the Lord, all ye servants, serve the Lord with gladness, come before his presence with singing, know that the Lord is good, it is he who that has made us in ourselves, enter into his gates with thanksgiving and into his courts with praise. എത്ര പേര് നമ്മുടെ ഈ സഭയിലോട്ട് കയറിയപ്പോൾ, ഇന്ന് ആ ഭിത്തിയിലോട്ട് കയറിയപ്പോൾ, ആ ഗേറ്റിലോട്ട് കയറിയപ്പോൾ ദൈവത്തിനൊരു നന്ദി പറഞ്ഞു. ദൈവം പറയുന്നത്, ദൈവത്തിൻ്റെ സഭയിലേക്ക് വരുമ്പോൾ നന്ദിയോടും സ്തുതിയോടും സ്തോത്രയാഗത്തോടെയും കൂടെ അകത്തോട്ട് കടന്നു വരും. പഴയ നിയമകാലങ്ങളിൽ സ്തോത്രത്തോടെ കടന്നു വരാൻ പറ്റുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ദൈവത്തെ നന്ദി പറയാൻ പറ്റുന്നത് അവരുടെ യാഗങ്ങളിലോ സാക്രിഫൈസുകളിലൂടെ മാത്രം ഔട്ട്സൈഡ് കോർട്സിൽ നിൽക്കുമ്പോൾ, ഇന്ന് നമ്മളെ അകത്തെ ഉള്ളരത്തിൽ കയറ്റിയ ദൈവത്തിന് നന്ദി. അതിവിശുദ്ധമായ സ്ഥലത്തിൽ ദൈവം നമ്മളെ കയറ്റി നിർത്തിയിരിക്കുന്നതിനായി ദൈവത്തിന് ഞാൻ സ്തോത്രം പറയുന്നു. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, അവൻ്റെ ആലയത്തിൽ വരുമ്പോൾ സ്തുതിയും സ്തോത്രത്തോടെയും തന്നെ വരണം. അതുകൊണ്ടാണ് പ്രൈസിനെ പറ്റി മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇരിക്കാം. 1, 2, 5, 6 പോയിൻറ്റ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. പ്രൈസ്, ജയരാജ് ഇപ്പോൾ പറഞ്ഞ പോലെ പെർഫോമൻസ് അല്ല, ഇറ്റ് ഈസ് ഓഫ് പവർ ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഓർ പ്രൈസ് ആൻഡ് വർഷിപ്പ് ഇസ് നോട്ട് പെർഫോമൻസ്, നീദർ വേൾഡ് ഇൻഫ്ലുവൻസ്. പ്രകടനമോ ലോകസ്വാധീനമോ അല്ല, മറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് നയിക്കുന്നത് പ്രൈസ് ആൻഡ് വർഷിപ്പ്. Praise is a pleasant and rejoicing state of mind where one admire and adorn the Creator's work and thank Him with instruments and songs, declaring enduring, unfailing love of Christ in life.
ഒന്നുകൂടെ പറയാം. പ്രൈസ് is a pleasant and rejoicing state of mind where one admire and adore the Creator's work and thank Him with instruments and songs, declaring enduring, unfailing love of Christ in His life. അതിൽ 6 പോയിന്റ് ഞാൻ പെട്ടെന്ന് പറയാം. മലയാളത്തിൽ അതൊന്ന് പറഞ്ഞേക്കാം. സ്തുതി എന്നത് ഒരു സുഖകരവും ആനന്ദകരവുമായ മാനസികാവസ്ഥയിലാണ്. അവിടെ ഒരാൾ സൃഷ്ടാവിൻ്റെ സൃഷ്ടിയെ അഭിനന്ദിക്കുകയും അലങ്കരിക്കുകയും വ്യാധി പ്രകടനങ്ങളാലും ഗാനങ്ങളാലും അവനോട് നന്ദി പറയും. ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ നിലനിർത്തുന്നതും നിലയ്ക്കാത്തതുമായ സ്നേഹം പ്രഖ്യാപിക്കുന്നതുമാണ് പ്രൈസ്. അതിൽ 6 പോയിൻ്റ് ഉണ്ട്. അത് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടിരിക്കാം. ഫസ്റ്റ് പോയിൻ്റ് ഇസ് എ പ്ലസൻറ്റ് സ്റ്റേറ്റ്, മനോഹരമായ സ്റ്റേറ്റ്. ആ സ്റ്റേറ്റാണ് എനിക്കിന്ന് അനുഭവപ്പെട്ടത്. മൂപ്പൻ തിരിച്ചു വന്നപ്പം എനിക്ക് നമുക്കൊരു സമാധാനമാണ്. ഒരാൾ നമ്മളെ നോക്കാനോ വലിയൊരാൾ ഒരു സ്ഥാനം. മറ്റേ മൂപ്പനെ ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, മറ്റേ മൂപ്പനെ അതിനേക്കാളും ഇഷ്ടമാണ്. പക്ഷേ ഈ മൂപ്പനോട് നമുക്ക് കുറച്ചുകൂടെ നമ്മുടെ പ്രായത്തിൽ ഇടപെടാം. നമ്മുടെ പ്രായം അല്ലെങ്കിൽ പോലും നമ്മളെക്കാളും ഇന്ന് വരുന്ന വഴിയിൽ വിപിൻ ചോദിച്ച് എത്ര പ്രായമുണ്ടെന്ന് നമ്മൾ പറയില്ല എന്ന് പറയും. വിപിൻ ഇങ്ങനെ എണ്ണി തുടങ്ങി. വിപിൻ കറക്റ്റ് എത്തിയില്ല, എത്താറാവും. അപ്പോൾ അത് ആ പ്ലസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. ഇത് സാംസ് 147:1 ഒന്ന് പെട്ടെന്ന് വായിക്കാമോ? സാംസ് 147:1. Praise ye the Lord, for it is good, and sing praises to the Lord, for it is pleasant, and praise is beautiful എന്നാണ് എഴുതിയിരിക്കുന്നത്. Praise is pleasant. ദൈവത്തെ ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത് പ്ലസൻ്റ് ആണ്. ഇറ്റ് ഇസ് എ പ്ലസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. സാംസ് 133:1. ഇതോ സഹോദരന്മാരെ, ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു. അതെ, നമ്മൾ ഇൻ യുനൈസനിൽ നമ്മുടെ സഭ ഒരുമിച്ച് വരുന്നത് എത്ര മനോഹരമാണ്. സോ പ്രൈസ് ഈസ് എ പ്ലേസ് വേർ ഇറ്റ് ഇസ് എ പ്ലസൻറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. രണ്ടാമത്തെ പോയിന്റ് ഇസ് റിജോയ്സ്. പ്രൈസിൻ്റെ അകത്ത് നമ്മൾ സന്തോഷിക്കുകയും റിജോയ്സ്. സാംസ് 118:24. സാംസ് 118:24. This is the day that the Lord has made, and we will rejoice and be glad in it. 118:24. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇത് നാം സന്തോഷിച്ച് ആനന്ദിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുമ്പോൾ നമ്മൾ റിജോയ്സ് ചെയ്യുന്നത് എന്തിനാണ്? ബിക്കോസ് ദൈവം ഈ ദിവസം ഉണ്ടാക്കിയതിലുകൊണ്ട് നമ്മൾ റിജോയ്സ് ചെയ്യണം. അതാണ് നമ്മുടെ പാട്ടിലൂടെ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു ദിവസം ജയരാജ് പറഞ്ഞ പോലെ അനേകർ ഈ ദിവസം കാണാതിരുന്നപ്പോൾ നമ്മളെ കാണിച്ചത് അത് വലിയ അത്ഭുതമായ കാര്യങ്ങൾ. നമ്മൾ പ്രത്യേകിച്ച് കഴിവോ എടുക്കോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല, ദൈവം നമുക്ക് തന്ന ദാനമായതുകൊണ്ട് നമ്മളതിനെ ആനന്ദിച്ച് സന്തോഷിക്കണം. അതാണ് റിജോയ്സ് എന്ന് പറഞ്ഞൊരു പോയിന്റ് അതിൻ്റെ അകത്ത്. സാംസ് 149:2 എഴുതിയിരിക്കുന്നത്, Let Israel rejoice in him, for that he has made him. Let the children of Zion be joyful in their king. Let Israel rejoice in him, that he made them. Let the children of Zion be joyful in the king. അതായത് നമ്മൾ എന്തിനു സന്തോഷിക്കണം? ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് നമ്മളെ സന്തോഷിക്കണം. നമ്മളെ ഉണ്ടാക്കിയതിനാൽ നമ്മൾ ദൈവത്തെ സന്തോഷിക്കണം. അങ്ങനെ കുറേ വാക്യങ്ങളുണ്ട്. താഴെ ഫിലിപ്പീൻസിലോട്ട് പോകാൻ റിജോയ്സ് ഓൾവേസ് ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. 1 തെസ്സലോനിക്കൻസ് 5:16 പറയുന്നു, റിജോയ്സ് ഓൾവേസ്, എപ്പോഴും കർത്താവിൽ സന്തോഷിക്കണം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ത് വരുന്നു? പ്ലസൻറ്റ്. രണ്ടാമത്തെ പോയിന്റ് റിജോയ്സ്. മൂന്നാമത്തെ പോയിന്റാണ് അഡോൺ ആൻഡ് അഡ്മയർ. adore, admire or appreciate or extol or exalt the living God. നമ്മുടെ ദൈവം നമ്മളെ സൃഷ്ടിച്ചതിന് നമ്മളെ തിരിച്ച് നന്ദി പറയുന്ന ദൈവത്തിനെ പുകഴ്ത്തുക, ദൈവത്തിൻ്റെ ആയ നന്ദി പറച്ചിലിനെ തിരിച്ച് പറയുന്നതാണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ വായിക്കുന്നത് സാംസ് 111:1. യഹോവയെ സ്തുതിക്കുവിൻ, ഞാൻ നേരുള്ളവരോടും സകല സഭയിലും പൂർണ്ണ ഹൃദയത്തോടും യഹോവയെ സ്തോത്രം ചെയ്യും. പ്രൈസ് ദ ലോർഡ്, ഐ വിൽ പ്രൈസ് ദ ലോർഡ് വിത്ത് ഓൾ മൈ ഹാർട്ട് ഇൻ ദ അസംബ്ലി ഓഫ് ദി അപ്രൈറ്റ് ഇൻ ദ കോൺഗ്രിഗേഷൻ. ദൈവത്തെ എപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ, മക്കളുടെ നദിയിൽ ദൈവത്തിനെ ആരാധിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ എക്സോൾട്ടേഷൻ. അതുപോലെ തന്നെ വാക്കുകൾ സാംസ് 145:2, സാംസ് 145, 148:13. സാംസ് 148:13 എന്ന് വായിക്കാവോ? 148:13. Let them praise the name of the Lord, for his name alone is excellent. His glory is above the earth and heaven. മലയാളത്തിലൊന്ന് വായിക്കുന്നു. ആമേൻ, ആമേൻ. അങ്ങനെ ദൈവത്തെ സ്തുതിച്ച് 1-2 പേര് മാത്രം ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് പോകാം, ബിക്കോസ് സമയങ്ങളിങ്ങനെ പോകുന്നതുകൊണ്ട്. ഇത്
ഞാൻ വേറൊരു ദിവസം ഇവർക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്ന ഓരോരോ ഇതായിരിക്കും. പക്ഷേ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. 1-2 ആൾക്കാരെ പരിചയപ്പെട്ടിട്ട് പോകാം. കിങ് ഡേവിഡ് അല്ലേ? കിങ് ഡേവിഡ് ദൈവത്തിനെ ആരാധിക്കുന്നതിൽ നമ്മളൊന്നും അതിൻ്റെ 7 എഴുത്ത് പോലും എത്തിയിട്ടില്ല. ഇസ്രായേലായ രാജാവായിരുന്ന സമയങ്ങളിൽ രാജാവിൻ്റെ ആർക്ക് ഓഫ് ദ ഗോഡ് കണ്ടപ്പം ദാവീദ് എങ്ങനെ ദൈവത്തെ ആരാധിച്ചു എന്നുള്ളത് ശമൂവേലിൽ ഡോക്യുമെൻ്റഡ് ആണ്. അതേപോലെ ദാനിയേലിനോട് പറഞ്ഞു, നീ ഇനിയും എൻ്റെ സത്യമായ ദൈവത്തെ ആരാധിക്കാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോൾ അന്നേരം ഞാൻ ആരാധിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് തീർന്നിട്ട് കാതിൽ അവിടെ പോയി എത്ര തവണ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്? 3 നേരം എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദാനിയേലിനുണ്ട്. അനദർ പേഴ്സൺ, വെരി ഫേമസ് പേഴ്സൺ ഇസ് മേരി. കർത്താവിൻ്റെ കാൽക്കൂട്ടിൽ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്ന, ദൈവത്തിനെ എക്സോൾട്ട് ചെയ്യുന്ന 1-2 ആൾക്കാരെ ഞാൻ പരിചയപ്പെടുത്താം. അങ്ങനെ ആദ്യത്തെ 1-2 പോയിൻ്റാണ് പ്ലസൻറ്റ്, സെക്കൻഡ് പോയിൻ്റ് ഇസ് റിജോയ്സ്, തേർഡ് പോയിൻ്റ് ഇസ് അഡോർ ഓർ അഡ്മയർ. ഇതിലെല്ലാം ഈ ചെയ്യുന്നത് എന്താ? ദൈവത്തെ നമ്മൾ ആദ്യം വായിച്ച് തന്നെ ദൈവത്തെ സ്തുതിയും സ്തോത്രം ചെയ്യുന്നത്, അഡ്മയറിങ് അഡോറിങ് ചെയ്യുന്നു. പ്ലസൻറ്റ് ആൻഡ് റിജോയ്സിങ് സ്റ്റേറ്റ് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത 1-2 പോയിൻ്റ്. അതിലാണ് ദൈവം എഴുതിയിരിക്കുന്നത്. അതിലൊന്ന് പറയാൻ പറ്റും. സാംസ് 33:2. സാംസ് 33:2. സാംസ് 33:2. Rejoice in the first verse of the Rejoice in the Lord, O ye righteous, for the praise is comely for the right. Praise the Lord with harp, sing unto him with psalmistry and instruments of 10 strings. അപ്പം ദൈവത്തെ ആരാധിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? കിന്നരത്തോടും 10 കമ്പികളുള്ള. കഴിഞ്ഞ ദിവസങ്ങൾ അലക്സ് ഭായി പറഞ്ഞാലും റയാനെ ഇനിയും പ്രൈസ് ആൻഡ് വർഷിപ്പിലും എടുക്കണം, വയലിൻ കയറ്റിക്കണം. അതിന് ആദ്യം തന്നെ നമ്മൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നില്ല, പിന്നെയാണ് റയാനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷെ നമ്മളാണെങ്കിൽ സഭയിൽ സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ കുറവുകളും എല്ലാവരുടെയും കുറവുകളാണ്. സത്യം പറഞ്ഞാൽ എല്ലാ സഭകളിലും ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് വരുന്നതിന് മുമ്പ് തലേന്ന് വന്ന് പ്രാക്ടീസ് ചെയ്ത് സൗണ്ട് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് പിറ്റേ ദിവസം വർഷിപ്പിന് കയറുന്നത്. അങ്ങനെ ചെയ്യാനായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നമുക്ക് പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, എല്ലാവരും വളരെ ബിസി ആയതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യാത്തത് കൊണ്ടും വളരെ മോശമാണ്. എങ്കിലും അടുത്ത ദിവസങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ദൈവത്തെ ആരാധിക്കുന്നത് വിത്ത് ഇൻസ്ട്രുമെൻറ്റ്സ്, സ്ട്രിങ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് സിംഗിങ് ന്യൂ സോങ്സ്. അടുത്ത പോയിൻ്റാണ് സിംഗിങ് ന്യൂ സോങ്സ്. അത് എഴുതിയിരിക്കുന്നത് സാംസ് 96:1, സാംസ് 33:1, സാംസ് 100:1-2 എന്ന് വായിക്കാം. നമ്മൾ ആദ്യത്തെ വാക്യം തന്നെ സാംസ് 100:1-2. സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവിൻ. അങ്ങനെ കുറേ അല്ലാത്ത വാക്യങ്ങളുണ്ട്. ഐസയ 42:10, Proverbs 25:10, sing songs to a heavy heart. വേറൊരു പോയിന്റിൽ പറയുന്നത് സിംഗ് ആൻഡ് മേക്ക് മ്യൂസിക് ടു യുവർ ഓൺ ഹാർട്ട്. എഫിഷ്യൻസ് 5:19 ഒന്ന് വായിക്കാമോ? എഫിഷ്യൻസ് 5:19. Amen. Colossians 3:16. Colossians 3:16. Amen. സംഗീതത്താലും സ്തുതികളാലും. അപ്പോൾ 5ാമത്തെ പോയിന്റ് ആയിരുന്നു സിംഗിങ് സോങ്സ്, ന്യൂ സോങ്സ്. എന്തിനെ പറ്റിയാണ് നമ്മൾ അതിനെപ്പറ്റി പറയുന്നത്? ഇതിലെല്ലാം പറഞ്ഞു. ആദ്യം ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിനെ മഹത്വപ്പെടുത്തണം. ഏത് സന്തോഷത്താലും, പ്ലസൻറ്റ് മൈൻഡ്, മനോഹരമായാലും ആനന്ദത്താലും ദൈവത്തെ ആരാധിക്കുന്ന എന്തിലുകൊണ്ട്? പാട്ടിലാലും ഇൻസ്ട്രുമെൻസിലാലും പ്രാർത്ഥിക്കണം. എന്തിനെ പറ്റി? ദി എൻഡ്യൂറിങ് എവർലാസ്റ്റിംഗ് അൺഫെയിലിംഗ് ലവ് ഓഫ് ഗോഡ്. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി ക്രൂഷ്യൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തതാണ് എവർലാസ്റ്റിംഗ് ലവ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പ്രൈസ് ഈസ് എ സ്റ്റേറ്റ്. Praise is a pleasant and rejoicing state of mind where one admire and adore the Creator's work, thank Him with instruments and singing songs, declaring about the enduring and unfailing love of Christ. ഇതിലാകെ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ 1-2 പോയിന്റ് പിള്ളേർ എഴുതിയെടുത്തോ. ആദ്യത്തെ പോയിന്റ് P, pleasant. 2ാമത്തെ പോയിന്റ് R, rejoice. 3ാമത്തെ പോയിന്റ് A, adore.
അഞ്ചാമത്തെ പോയിന്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഫോർത്ത് പോയിന്റ്. അഞ്ചാമത്തെ പോയിന്റ് സിംഗിങ് സോങ്സ്, ന്യൂ സോങ്സ്. ലാസ്റ്റ് പോയിന്റ് ഇസ് എവർലാസ്റ്റിംഗ് ലവ് ഓഫ് ഗോഡ്. അത് കൂട്ടി വായിച്ചാൽ എന്തായിരിക്കും? പ്രൈസ്. PRAISE. Praise is a pleasant and rejoicing state of mind where we admire and adore the Creator's work with instruments, singing new songs, declaring the everlasting love of God in our lives. Amen. ആ പ്രൈസ് നമ്മുടെ ജീവിതത്തിൽ ഈ 5-6 പോയിന്റ്സ് എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ ഡിക്ലെയർ ചെയ്യണം. Praise is a pleasant and rejoicing state of our mind, admiring, adoring what the Creator has done with instruments and singing new songs, declaring the everlasting love of Christ. Amen. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ ഈ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, കുറച്ച് സമയങ്ങൾ കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് കർത്താവേ നിങ്ങൾ വേണ്ടി ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ വരുമ്പോൾ കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വരുമ്പോൾ കർത്താവേ, ഞങ്ങൾ കർത്താവ് മനോഹരമായ ആലയത്തിൽ കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോടെ വരുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഉപകാരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് ഞങ്ങളെ ഇതുവരെ നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന എല്ലാ കൃപകളും കർത്താവേ, എല്ലാ ദിവസവും കർത്താവേ ആനന്ദത്തോടെ സന്തോഷത്തോടെ സംഗീതം ഇൻസ്ട്രുമെൻറ്റ്സോട് കർത്താവേ പുതുപാട്ടുകളാൽ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത ക്രൂശിലെ യാഗം ഡിക്ലെയർ ചെയ്യുവാൻ ഞങ്ങൾക്ക് തന്നൊരു കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. അങ്ങയുടെ ഈ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ആരാധനയത്തിൻ്റെ കർത്താവേ വിധങ്ങൾ മാറട്ടെ കർത്താവേ, റെലം മാറട്ടെ കർത്താവേ. സ്റ്റേജ് ഓറിയൻറ്റഡും അല്ല കർത്താവ്, പെർഫോമൻസ് റിലേറ്റഡും അല്ല കർത്താവേ, സ്പിരിറ്റ് ഫിൽഡായിട്ട് കർത്താവേ ദൈവത്തെ ആരാധിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് സമയം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സന്നിധി ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവ് ഈ സമയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ, അവരെ എല്ലാം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യുവാക്കളെ കർത്താവേ അവരുടെ ജീവിതത്തിൽ കർത്താവേ വലിയൊരു നേട്ടം നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ സമാധാനത്താൽ അവരെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസങ്ങളിൽ കർത്താവേ ഞങ്ങളുടെ മക്കൾ കർത്താവേ ഓരോ പുതിയ ഇൻസ്ട്രുമെൻറ്റ്സും പുതിയ പാട്ടുകളും എഴുതി തുടങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിൻ്റെ വളരെ സ്നേഹത്തെ അതിനെപ്പറ്റി പറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ വഴി നടത്തിയേക്കാനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.